കമ്പനി ബോർഡ് LGSന്റെ മറ്റൊരു ക്യാപ്സ്യൂൾ സെഷനിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി TS. അപ്പോൾ നമ്മൾ ക്യാപ്സ്യൂളിന്റെ 7ാമത്തെ ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറേ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്, ഡെയിലി ഇടാമോ, 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഇടാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പം വീക്ക്ലി ഒരു ബുധനാഴ്ചകളിലാണ് നമ്മുടെ ക്യാപ്സ്യൂൾ ക്ലാസ്സുകൾ യൂട്യൂബിൽ അപ്പ് ആകുന്നത്. അപ്പോൾ നമ്മുടെ എക്സാം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ പഠിച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അതുപോലെ തന്നെ പ്രദീപ് സാറിന്റെ കൺഫ്യൂസിംഗ് ഫാക്ട്സിന്റെ വീഡിയോസും എല്ലാം വരുന്നുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം നല്ലൊരു മാർക്കിലേക്ക് പോകാൻ പറ്റും. എന്നാലും ഫുൾ മാർക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു റാങ്ക് എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ടോപ്പിക് എടുത്ത് നമ്മൾ ഡീപ്പായിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കമ്പനി ബോർഡ് LGSന്റെ കോഴ്സ് എല്ലാം നമ്മുടെ എൻട്രി ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക് ബേസ് ചെയ്തും നിങ്ങൾക്ക് അവിടെ പോയിട്ട് ക്ലാസ്സുകൾ കേൾക്കാം, പഠിക്കാം, എക്സാമുകൾ അറ്റൻഡ് ചെയ്യാം. സോ എല്ലാവരും മാക്സിമം ഈ ഫീച്ചേഴ്സ് എല്ലാം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്യാപ്സ്യൂളിനകത്ത് പഠിക്കാൻ പോകുന്നത് ആരെ പറ്റിയിട്ടാണെന്ന് അറിയാമോ? നിങ്ങളുടെ കമന്റ്സിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കമന്റ് ആണ്. ഏത്? അയ്യങ്കാളി. ഓക്കെ, കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ സിലബസിനകത്തുള്ള കുറെ ടോപ്പിക്കുകൾ നിങ്ങളെ കമന്റ് ആയിട്ട് എടുത്തു തരണം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലായിട്ട് നമ്മൾ കുറച്ച് വീതം എടുത്തു തരും. അപ്പോൾ ഇന്ന് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ടോപ്പിക് ഏതാണ്? അയ്യങ്കാളിയാണ്. നിങ്ങൾ സിലബസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. നമ്മുടെ എന്താണ് നവോത്ഥാന നായകന്മാരെ പറ്റി കുറച്ച് പേരുടെ പേര് എടുത്തു പറയുന്നുണ്ട്. ആരുടെയൊക്കെയാണ്? അയ്യങ്കാളി, ചട്ടമ്പിസ്വാമി, ശ്രീനാരായണ ഗുരു തുടങ്ങിയ നവോത്ഥാന നായകന്മാരെ പറ്റിയിട്ടൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അല്ലേ. സോ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കും. ഈ ചോദ്യങ്ങളെല്ലാം പല പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണെന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. അങ്ങനെയെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ കൂടെ പഠിച്ചു വരത്തില്ലേ? റെഡി ആണല്ലോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ജനന വർഷമാണ്. കുറെ പേര് ഇതങ്ങ് കളഞ്ഞിട്ട് പോവോ, വേണ്ട ബാക്കി കാര്യങ്ങൾ പഠിക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ചോദ്യം എങ്ങനെ വരും? അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ പേരൊക്കെ നേരത്തെ എഴുതിയിട്ട് പറയും. ഇവര് ജനിച്ച ആ ഒരു കാലം അനുസരിച്ച് അവരെ എന്ത് ചെയ്യാൻ പറയും? കറക്റ്റ് ഓർഡറിൽ എഴുതാനായിട്ട് പറയും. അപ്പോൾ അവിടെ നമ്മൾ ഈ വർഷം അറിഞ്ഞു വെച്ചിരുന്നിട്ടേ കാര്യമുള്ളൂ കേട്ടോ. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആക്കി പോകാൻ പറ്റും കേട്ടോ. നമുക്ക് പാടാണ്, ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ വിധി എഴുതി കഴിഞ്ഞാൽ പിന്നെ എത്ര ശ്രമിച്ചാലും എത്ര ഈസി ആണെങ്കിൽ പോലും നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? എല്ലാം നമ്മൾ പഠിച്ചു പോകാനായിട്ട് പോവുകയാണ്. റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അയ്യങ്കാളിയുടെ ജനന വർഷമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. എന്നാണ് ജനിക്കുന്നത്? 1863. എന്നാണ്? 1863 ആര് ജനിക്കുന്നത്? അയ്യങ്കാളി ജനിക്കുന്നത്. ഇതേപോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വർഷങ്ങളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും കാണുന്ന രീതിയിൽ എഴുതി വെക്കുക. ഓക്കെ, സ്റ്റിക്കി നോട്ടിനകത്തോ അല്ലെങ്കിൽ ചാർട്ടിനകത്തോ നിങ്ങൾ എന്ത് ചെയ്യാം? എഴുതി വെക്കുക. ദിവസം നമ്മൾ പഠിക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ഈ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചോട്ടിച്ച് വായിച്ച് പോകുമ്പോഴത്തേക്കും നമ്മൾ ദിവസേന കണ്ട് ഇത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞോളും കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. അയ്യങ്കാളി ജനിച്ച വർഷം എന്ന് പറയുന്നത് 1863 ആണ്. 1863 മറന്നു പോകരുത്. 1863. ഓക്കെ, 1863 1863 ആര് ജനിക്കുന്നത്? അയ്യങ്കാളി ജനിക്കുന്നത്. ഡേറ്റ് കൂടി പഠിക്കുക. ഓഗസ്റ്റ് മാസം 28 ആണ്. ഓഗസ്റ്റ് മാസം 28 ആര് ജനിക്കുന്നത്? അയ്യങ്കാളി ജനിക്കുന്നത്. കിട്ടിയല്ലോ. അപ്പൊ അയ്യങ്കാളി ജനിച്ച വർഷം ഒന്ന് കണ്ണടച്ചൊന്ന് പറഞ്ഞേ, എന്നെ നോക്കാതെ, സ്ക്രീനിൽ നോക്കാതെ ഒന്ന് പറഞ്ഞേ. 1863 ഓഗസ്റ്റ് മാസം 28. ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ. 1863 ഓഗസ്റ്റ് മാസം 28. പഠിച്ചല്ലോ. ഓക്കെ, ഇനി എവിടെയാണ് ജനിച്ചതെന്ന് നോക്കിയാലോ. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത്? അയ്യങ്കാളി ജനിക്കുന്നത്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ. എവിടെയാണ്?
തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അയ്യങ്കാളി ജനിക്കുന്നത്. അച്ഛന്റെ പേര് എന്താണ്? അയ്യൻ. കേട്ടോ, അയ്യങ്കാളിയാണ് അച്ഛന്റെ പേര്, അതിനകത്തുണ്ട് അയ്യൻ എന്നാണ്. ഇനി അമ്മയുടെ പേരെന്താണ്? മാല എന്നാണ്. എന്താണ്? അമ്മയുടെ പേര് മാല എന്നാണ്. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ചോദ്യങ്ങൾ പഠിച്ചു. ഒന്ന് പറഞ്ഞേ, ജനിച്ച വർഷം ഒന്ന് പറഞ്ഞേ. 1863 ഓഗസ്റ്റ് മാസം 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് ജനിക്കുന്നത്. അച്ഛന്റെ പേര് അയ്യൻ എന്നും അമ്മയുടെ പേര് മാല എന്നുമാണ്. കിട്ടിയല്ലോ? ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ ദാ നോക്കൂ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഇദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ. ഇതെല്ലാം PSCയുടെ ചോദ്യങ്ങളാണ് കേട്ടോ, ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചേക്കണേ. നിങ്ങളോട് ചോദിക്കാണ്, പുലയ രാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ശ്രദ്ധിക്കണം, പുലയ രാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയേണ്ടത്? അത് നമ്മുടെ അയ്യങ്കാളിയാണ്. പുലയ രാജ. തീർന്നിട്ടില്ല. ആധുനിക ദളിതരുടെ പിതാവ്. എന്താണ്? ആധുനിക ദളിതരുടെ പിതാവ്. ആളിക്കത്തിയ തീപ്പൊരി. എന്താണ്? ഒന്ന് പറഞ്ഞേ. ആളിക്കത്തിയ തീപ്പൊരി. പുലയരുടെ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ ഉത്തരം പറയേണ്ടത്? അതാരാണ്? അത് അയ്യങ്കാളിയാണ് കേട്ടോ. പുലയരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ അതിന് ഉത്തരം പറയും. എന്താണ്? അത് ഗാന്ധിജിയാണ് അല്ലേ? അപ്പൊ മാറിയും തിരിഞ്ഞൊക്കെ പോകരുത്, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഗാന്ധിജിയാണ് അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത്. മനസ്സിലായോ? ഇനി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത് അത് അയ്യങ്കാളിയാണ്. അത് ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ആരെ വിശേഷിപ്പിച്ചത്? അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു വിശേഷണമാണ് കേരള സ്പാർട്ടക്കസ്. എന്താണ്? കേരള സ്പാർട്ടക്കസ്. അപ്പൊ ഒന്ന് പഠിച്ചേ. നമ്മുടെ അയ്യങ്കാളിയുടെ വിശേഷണങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശേഷണങ്ങൾ ഒന്ന് പറഞ്ഞേ. ഒന്ന് കണ്ണടച്ച് വെച്ചിട്ട് ഇതിനകത്ത് ഏതൊക്കെ നമ്മളിപ്പോ പഠിച്ചതിനകത്ത് ഓർമ്മയുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. നമ്മളെ ബ്രെയിൻ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ. വെറുതെ ക്ലാസ് കേട്ട് പോവുകയല്ല വേണ്ടുന്നത്. നമ്മളെ ഓർമ്മയിൽ അത് തങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? പുലയ രാജ, അതുപോലെ തന്നെ പുലയരുടെ രാജാവെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. ആധുനിക ദളിതരുടെ പിതാവ്, ആളിക്കത്തിയ തീപ്പൊരി. പിന്നെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിക്കുന്നു. കേരള സ്പാർട്ടക്കസ് എന്നും വിശേഷണമുണ്ട്. മനസ്സിലായോ? അപ്പോ ഇതിൽ നിന്ന് ഏത് ചോദ്യവും നിങ്ങളുടെ മുന്നിലേക്ക് ഇനി വന്നു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ലാതെ അയ്യങ്കാളി എന്നുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾ പോകുമല്ലോ. ഉറപ്പാണോ? ഉറപ്പാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇത് ക്ലിയർ ആണ്, ഓക്കെ ആണ് എന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ നമ്മള് ആ വിശേഷണങ്ങൾ അത്രയും നമ്മൾ ഗ്രൂപ്പ് ചെയ്തു പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ഹോട്ട് ഏരിയ, അതായത് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹോട്ട് ഏരിയ ആണ് സാധുജന പരിപാലന സംഘം. ഓക്കെ, നമ്മുടെ സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ? അപ്പൊ അതിനകത്ത് നമ്മൾ പഠിക്കുന്ന ഒരു സംഘമാണ് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ് ഏത്? സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെച്ചിരിക്കുക. നമുക്ക് നോക്കാം, എന്നാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മൾ പറയും 1907. എന്നാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്ന് പറഞ്ഞേ. അത് 1907. ഇനി എന്തിൽ പ്രചോദനം കൊണ്ടാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? അത് SNDP. നമ്മൾ ശ്രീനാരായണ ഗുരു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു?
SNDP സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോ ആ SNDPയിൽ പ്രചോദനം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ അയ്യങ്കാളി. അപ്പൊ ഇവിടെ സ്ഥാപിച്ച വ്യക്തിയുടെ പേര് കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ, സ്ഥാപിച്ചത് നമ്മൾ ആ ടോപ്പിക്ക് പഠിക്കുന്നത് കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എഴുതിയില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. അപ്പോൾ അത് അയ്യങ്കാളി എന്തിൽ പ്രചോദനം കൊണ്ടാണ് ഈ ഒരു സംഘം സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പറയും SNDPയിൽ പ്രചോദനം കൊണ്ടാണ്. മനസ്സിലായോ? ഇനി ഈ ഒരു സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രത്തിന്റെ പേര് എന്താണ്? മുഖപത്രത്തിന്റെ പേര് ഒന്ന് പറഞ്ഞേ. അത് സാധുജന പരിപാലിനി എന്നാണ്. എന്നാണ്? സാധുജന പരിപാലിനി. ആ പേരിനകത്ത് നിന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലേ? സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രത്തിന്റെ പേര് സാധുജന പരിപാലിനി എന്നാണ്. അത് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1913 ആരംഭിച്ചത്. അപ്പൊ 1907 ഇത് സ്ഥാപിച്ചതെങ്കിൽ അതിന്റെ മുഖപത്രം ആരംഭിക്കുന്നത് 1913 പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി ഈ സാധുജന പരിപാലിനി എന്ന് പറയുന്ന മുഖപത്രത്തിന്റെ മുഖ്യ പത്രാധിപർ ആരെന്ന് ചോദിച്ചാൽ, ഓക്കെ, മുഖ്യ പത്രാധിപർ ആരെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ഉത്തരം പറയേണ്ട പേരെന്താണ്? അത് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ്. ആരാണ്? ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായ സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപർ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മൾ പറയേണ്ട പേരെന്താണ്? സാധുജന പരിപാലിനിയാണ്. ഒന്നും കൂടെ, ഇന്ത്യയിലെ ആദ്യത്തെ, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രത്തിന്റെ പേര് എന്താണ്? അത് സാധുജന പരിപാലിനി എന്നാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഈ സാധുജന പരിപാലന സംഘം 1907 സ്ഥാപിച്ചതെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയെങ്കിൽ അവിടെ ഇപ്പോ നമ്മൾ അങ്ങനെ സാധുജന പരിപാലന സംഘം എന്ന് കേൾക്കാറുണ്ടോ? ഇല്ല. കാരണം എന്താന്ന് വെച്ചാല് ഇതിന്റെ പേര് എന്ത് ചെയ്തു? മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്ത് പേരിലേക്ക്? പുലയ മഹാസഭ എന്ന പേരിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാണ് മാറ്റിയതെന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മൾ പറയും 1938 എന്നാണ്. 1938 എന്ത് ചെയ്യുന്നത്? സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കുന്നത്. മനസ്സിലായോ? എടാ, ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ലാഗ് അടിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ സെറ്റിംഗ്സിനകത്ത് ഒരു പ്ലേ ബാക്ക് സ്പീഡ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അതെന്ന് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് കേട്ട് നോക്കുക. ഒരു തവണ പഠിച്ച കുട്ടികൾക്ക് ഇത്രയും സ്ലോയിൽ പറയുന്നത് അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലതുപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്പീഡിൽ അതിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. കാരണം ഒരുപാട് പുതിയതായിട്ട് പഠിച്ചു വരുന്ന കുട്ടികളുണ്ട്, ഒട്ടും ടച്ച് ഇല്ലാത്ത കുട്ടികളുണ്ട്. സോ അവർക്ക് എനിക്ക് മനസ്സിലാക്കി കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർ ദയവ് ചെയ്തൊന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഒന്നുകൂടെ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്, പക്ഷെ പഠിച്ചാൽ സിമ്പിൾ ആണ്. ഇതാ ശ്രദ്ധിച്ചോടെ. സാധുജന പരിപാലന സംഘത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് അയ്യങ്കാളിയാണ്. എന്നാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 1907 എന്തിൽ പ്രചോദനം കൊണ്ടാണ്? SNDPയിൽ പ്രചോദനം കൊണ്ടാണ് 1907 സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സ്ഥാപിക്കുന്നത്. ഇനി അതിന്റെ മുഖപത്രത്തിന്റെ പേര് എന്തെന്ന് ചോദിച്ചാൽ സാധുജന പരിപാലിനി എന്നാണ്. അത് ആരംഭിച്ചത് 1913 എന്നാണ്. 1913 അത് ആരംഭിക്കുന്നത്. അതിന്റെ മുഖ്യ പത്രാധിപർ ആരെന്ന് ചോദിച്ചാൽ അത് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ്. ആരാണ്? ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ്. ഈ പത്രത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമാണ്. ഇനി സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം ഏതെന്ന് ചോദിച്ചാൽ
ഉത്തരം എന്താണ്? 1938 മറന്നു പോകല്ലേ, 1938. അപ്പൊ ഇതിനകത്ത് തന്നെ നമ്മൾ 3 വർഷം പഠിച്ചു. ഒന്ന് 1907, ഒന്ന് 1913, ഒന്ന് 1938. ഇതെന്തായിരുന്നു? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് 1907. സാധുജന പരിപാലിനി ആരംഭിച്ചത് 1913. ഇനി സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയത് 1938. കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണേ. ഓക്കെ ആണോ? ഇനി സമരത്തിന് നേതൃത്വം നൽകിയത് നമുക്കറിയാം. അയ്യങ്കാളി എന്ന് പറയുന്നത് ദളിത് വിഭാഗങ്ങളുടെ, അതായത് ഏറ്റവും താഴ്ന്ന വിഭാഗക്കാര് പണ്ട് നൂറ്റാണ്ടുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വലിയ ജാതിക്കാരുടെ അധിക്ഷേപം അല്ലെ, അവരുടെ ജാതിപരമായിട്ടുള്ള രീതിയിൽ, അവർ സാമൂഹികപരമായും മറ്റുള്ള രീതിയിലും അവരെ അടിച്ചമർത്തി താഴെ ഇട്ടേക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങി നല്ല ധൈര്യത്തോടെ പ്രവർത്തിച്ച അല്ലെങ്കിൽ പ്രതിഷേധിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ അയ്യങ്കാളി എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കാം, നിങ്ങൾക്ക് ആ ഒരു സംഭവം, അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്ത് വെങ്ങാനൂരല്ലേ. സോ അത് തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടാണ് അല്ലെ, അവിടെ കൂടുതലും സംഭവങ്ങൾ നടക്കുന്നത് തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടാണ്. ആ ഒരു സമയത്ത് എന്താണ് സവർണർ അവർണർ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഒക്കെ നിലനിന്നിരുന്ന കാലമായിരുന്നു. വലിയ ജാതിക്കാർ പോകുന്ന വഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർ പോകാൻ പാടില്ല, അവരുടെ മുന്നിൽ വരാൻ പാടില്ല, എന്താണ് അവരുടെ മേൽ മുണ്ട് ധരിക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് സിസ്റ്റം, വേണ്ടാത്ത കുറെ സിസ്റ്റം നിലനിന്നിരുന്ന ഒരു സമയത്താണ് ആര് മുന്നേക്ക് ഇറങ്ങി വരുന്നത്? അയ്യങ്കാളി മുന്നിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഒരുപാട് സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതും അതിന്റെ വർഷവുമാണ് പഠിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വർഷം പഠിച്ചേ പറ്റത്തുള്ളൂ, വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം വർഷമെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? കറക്റ്റ് ഈ പേരുകൾ തന്നിട്ട് ഇത് നടന്ന കാലക്രമത്തിൽ എഴുതാനായിട്ട് കഴിഞ്ഞ തവണയും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിട്ട് കളയരുത്. കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലിയർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടുന്ന രീതിയിൽ ഒന്ന് പഠിച്ചു വന്നാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, സമരവും നേതൃത്വവുമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ സമരം ഏതാണ്? വില്ലുവണ്ടി സമരമാണ്. എന്താണ്? വില്ലുവണ്ടി സമരം. വില്ലുവണ്ടി സമരം എന്താണെന്നൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും കേട്ടോ. അപ്പൊ വില്ലുവണ്ടി സമരം നമുക്ക് ആദ്യം വർഷം മാത്രം പഠിച്ചിട്ട് പോകാം. വില്ലുവണ്ടി സമരം നടന്ന വർഷം ഒന്ന് പറഞ്ഞേ. 1893 ആണ്. 1893 എന്ത് നടക്കുന്നത്? വില്ലുവണ്ടി സമരം നടത്തുന്നത് അല്ലെ. റോഡിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഇവർക്കൊന്നും റോഡിലൂടെ പോകാൻ അവകാശം ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹം അതിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൽ എന്ത് പോവുകയാണ്? ഒരു വില്ലുവണ്ടി ഓട്ടിച്ച് പോകുന്ന ഒരു ചിത്രമൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലോ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സോ അതാണ് വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത്. വർഷം 1893 ആണ്. ഇനി ചാലിയ തെരുവ് ലഹളയുണ്ട്. ചാലിയ തെരുവ് ലഹള അതെന്നാണ് നടക്കുന്നത്? 1898 നടക്കുന്നത്. അപ്പൊ 93, 98 ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കണേ. വില്ലുവണ്ടി, ചാലിയ തെരുവ്. ഓക്കെ. അപ്പോ വില്ലുവണ്ടി ഓട്ടിച്ചുകൊണ്ടിരുന്നപ്പോ ചായ കുടിച്ചു എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. വില്ലുവണ്ടി, ചായ. അയ്യങ്കാളി ഇങ്ങനെ വില്ലുവണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ചായ കുടിക്കുന്നു. അപ്പൊ വില്ലുവണ്ടി സമരം നടക്കുന്നത് 1893 അതിനുശേഷം 3 നമ്മൾ എന്ത് ചെയ്താൽ മതി? തിരിച്ചിപ്പുറത്തും കൂടെ ഒരു 3 ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് 8 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ചാലിയ തെരുവ് ലഹളയുടെ വർഷം കിട്ടി. മനസ്സിലായോ? അപ്പൊ വില്ലുവണ്ടി സമരം, ചാലിയ തെരുവ് ലഹള അത് രണ്ടും 18 നടക്കുന്നതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. കാരണം അടുത്ത 19 തുടങ്ങുകയാണ്. സോ 18 ഇത് രണ്ടും നടക്കുന്നത്. ഇത് 3 പഠിച്ചാൽ മാത്രം മതി. ബാക്കിയെല്ലാം വർഷം സെയിം ആയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇത് മാത്രം പഠിക്കുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ടേ കാണത്തുള്ളൂ. ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ PSC-കാരൊക്കെ വർഷങ്ങളായിട്ട് പഠിച്ച് തെളിഞ്ഞു വരുന്ന ആൾക്കാരാണ്. പുതിയതായിട്ട് വരുന്നവർക്ക് മാത്രമായിരിക്കും വർഷങ്ങളൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. അത് എല്ലാവരും മനസ്സിലാക്കുക. എല്ലാവരും തുടക്കത്തിൽ ഇങ്ങനെ ആയിരുന്നു. അവർ പഠിച്ചാണ് ഇപ്പം ഒരുവിധം അറിയാവുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. സോ നിങ്ങൾക്കും പറ്റും, നിങ്ങളും ട്രൈ ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പൊ ചാലിയ തെരുവ് ലഹളയുടെ വർഷം നമുക്ക് കിട്ടി 1898. ഇനി നാ നോക്കിക്കേ, നെടുമങ്ങാട് ചന്ദാ ലഹള നടക്കുന്നത് എന്നാണ്? 1912 കേട്ടോ. നെടുമങ്ങാട് ചന്ദാ ലഹള നടക്കുന്നത് 1912. ഇതിനും നേതൃത്വം നൽകിയത് ആരായിരുന്നു? അയ്യങ്കാളിയാണ്. ഇനി 1915 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് പുലയ ലഹള. ഓക്കെ. പുലയ ലഹള അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ്
തൊണ്ണൂറാം ആണ്ട് ലഹള 1990 ഇത് നടന്നതുകൊണ്ടാണ് ഇതിനെ എന്ത് ചെയ്യുന്നത് 90-ാം ആണ്ട് ലഹള എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് മലയാള വർഷമാണേ, ഇത് ഇംഗ്ലീഷ് വർഷമാണേ. ഓക്കെ, അപ്പൊ പുലയ ലഹള, 90-ാം ആണ്ട് ലഹള, ഊരൂട്ടമ്പലം ലഹള. ഊരൂട്ടമ്പലം ലഹളയുണ്ട്, ഊരൂട്ടമ്പലം ലഹള. ഊരൂട്ടമ്പലം സ്കൂളിലെ പഞ്ചമി എന്ന് പറയുന്ന കുട്ടിയെ എന്ത് ചെയ്യാൻ പോവാണ്, ദളിത് വിദ്യാർത്ഥിയെ ചേർക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് രാത്രി എന്ത് ചെയ്തു, സ്കൂള് കത്തിച്ചു അല്ലെ. അപ്പൊ അതിനെതിരായിട്ട് നടന്ന ആ ഒരു ലഹളയാണ് ഊരൂട്ടമ്പലം ലഹള എന്ന് പറയുന്നത്. 1915 നടക്കുന്നത്. ആൻഡ് കല്ലുമാല സമരം, കല്ലുമാല സമരത്തിന്റെ മറ്റൊരു പേരാണ് പെരിനാട് ലഹള. പെരിനാട് ലഹള, കൊല്ലം പെരിനാട് അല്ലെ, 1915 തന്നെയാണ് അതും നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സമരങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഒന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചേ, ഒന്ന് പറഞ്ഞേ. വില്ലുവണ്ടി സമരം നടക്കുന്ന വർഷം എന്ന് പറഞ്ഞേ, കണ്ണടച്ചൊന്ന് പറഞ്ഞേ. 1893 ചാലിയ തെരുവ് ലഹള നടക്കുന്നത് 1898. അതിനുശേഷം എന്ത് ചോദിച്ചാലും നമ്മൾ 1900 പോകും. ഓക്കെ, അങ്ങനെയെങ്കിൽ പുലയ ലഹള നടക്കുന്നത് 1915. കല്ലുമാല സമരം നടക്കുന്നത് 1915. പിന്നെ നെടുമങ്ങാട് സമരം നടക്കുന്നത് 1912 കേട്ടോ. മാറിപ്പോകാതെ കുറച്ചൊരു 10 മിനിറ്റ് നിങ്ങൾ ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ജീവിതകാലത്ത് നിങ്ങൾ മറക്കത്തില്ല. അത്രത്തോളം ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന വർഷങ്ങളാണ്. നിങ്ങൾ കുറച്ച് സമയം അതിനു വേണ്ടി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അയ്യങ്കാളി ഉത്തരമായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ബോറടിക്കുന്നുണ്ടോ? ക്ലാസ് ബോറടിക്കുന്നുണ്ടോ? ഈ ഇങ്ങനത്തെ ഹിസ്റ്ററി ടോപ്പിക്കുകളൊക്കെ വരുമ്പോഴത്തേക്കും കുറെ പേര് ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ട് പോകും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് നമ്മൾ വേണ്ടുന്ന നമുക്ക് ആവശ്യം, നമ്മുടെ ആവശ്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ കുറച്ചൊന്ന് സമയമൊക്കെ കണ്ടെത്തി കുറച്ചൊക്കെ ഒന്ന് ബുദ്ധിമുട്ടിയാൽ പിന്നീട് നമുക്ക് സുഖമായിട്ടിരിക്കാനായിട്ട് സാധിക്കും അല്ലെ. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ, ബോറാണെങ്കിൽ ഒന്ന് കേട്ടിരിക്കണേ കേട്ടോ. അപ്പൊ മറ്റു ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അയ്യങ്കാളി ഉത്തരമായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ചോദ്യം നമ്പർ 1, പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? ശ്രദ്ധിക്കണം, പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അത് അയ്യങ്കാളിയാണെന്ന് പറയും അല്ലെ. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, ഒന്നും കൂടെ, ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ്, കർഷക സമരമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചോദിച്ചാൽ ഉത്തരം എന്താണ്? അതും നമ്മുടെ അയ്യങ്കാളിയാണ്. ഇനി പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച വ്യക്തി ആരാണ്? അയ്യങ്കാളിയാണ്. അപ്പൊ ആ ചോദ്യങ്ങളൊന്ന് പഠിച്ചേ. പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ, അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ, കേരളത്തിലെ എന്നല്ല പറയുന്നത്, ഇന്ത്യയിലെ എന്നാണ് പറയുന്നത് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? അത് അയ്യങ്കാളിയാണ്. പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്കായിട്ട് കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചതും ആരാണ്? അതും അയ്യങ്കാളിയാണ്. എങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? അയ്യങ്കാളിയായിരുന്നു. കേരളത്തിൽ എന്ത് ചെയ്യുന്നു? ആദ്യമായിട്ട് സംഘടിത കർഷക സമരം നടക്കുകയാണ് കേട്ടോ. സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ്. പിന്നെ പിന്നാക്ക വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി നമുക്കറിയാം. അയ്യങ്കാളി എന്ന് പറയുന്നത് ഹരിജനങ്ങൾക്കായിട്ട് വേണ്ടി അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. അത് നമ്മുടെ തിരുവിതാംകൂർ സർക്കാരിനും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് തിരുവിതാംകൂറിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് എന്ത് ചെയ്യുകയാണ്? ആദ്യമായിട്ട് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ നാമനിർദ്ദേശം ചെയ്യുകയാണ്. ആരാണ്? യെസ്, അയ്യങ്കാളിയാണ് അല്ലെ. അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, പിന്നാക്ക വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക്, നമ്മളെ ഇപ്പോഴത്തെ ലോക്സഭ രാജ്യസഭയുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ. പണ്ട് തിരുവിതാംകൂർ സർക്കാർ, തിരുവിതാംകൂറിന്റെ നിയമനിർമ്മാണ സഭ ഉണ്ടായിരുന്നു, ശ്രീമൂലം പ്രജാസഭ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അതിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി, ഓക്കെ, അത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി ഏത് വിഭാഗത്തിൽ നിന്നും? പിന്നാക്ക വിഭാഗത്തിൽ നിന്നും. അതുപോലെ തന്നെ ദളിത് വിഭാഗം എന്ന് പറഞ്ഞാലും പിന്നാക്ക വിഭാഗം എന്ന് പറഞ്ഞാലും എല്ലാം ഉത്തരം എന്താണ് വരുന്നത്? യെസ്, അത് അയ്യങ്കാളിയാണ്. ഇനി ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്നത് ആരുടെ വാക്കുകളാണ്? ആരുടേതാണ്? അത് നമ്മുടെ അയ്യങ്കാളിയുടേതാണ് കേട്ടോ. ഞാനിതാ
പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു. ഓക്കെ, ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവുമായിട്ട് കണ്ടുമുട്ടുന്നത് 1912 ഈ കണ്ടുമുട്ടലും വർഷവും ഒന്ന് പഠിച്ചേക്കണേ. അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് 1912 എവിടെ വെച്ചിട്ടാണ്? ബാലരാമപുരത്ത് വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്? ബാലരാമപുരത്ത് വെച്ചിട്ടാണ് അയ്യങ്കാളി ആരെ കണ്ടുമുട്ടുന്നത്? ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. എങ്കിൽ അയ്യങ്കാളി ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് എന്നാണെന്ന് ചോദിച്ചാൽ അയ്യങ്കാളി ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത് 1937 കേട്ടോ. അയ്യങ്കാളി ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത് എന്നാണ്? 1937. സോ 1912 ശ്രീനാരായണ ഗുരു, 37 ഗാന്ധിജി. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി നമ്മൾ പറഞ്ഞല്ലോ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. തിരുവിതാംകൂർ സർക്കാർ ഇദ്ദേഹത്തെ അവിടുത്തെ നിയമനിർമ്മാണ സഭയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് 28 വർഷക്കാലം അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. എന്നാണ് ഇദ്ദേഹം അംഗമായതെന്ന് ചോദിച്ചാൽ 1911 ഡിസംബർ 5 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് എന്നാണ്? 1911 ഡിസംബർ മാസം 5-ാം തീയതിയാണ്. അദ്ദേഹം ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത് 1912 ഫെബ്രുവരി 27. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് അംഗമായിട്ടുള്ള ആ ഒരു ഡേറ്റ് ആണ്, നോക്കി വെച്ചിരിക്കുക. ഇനി സമരങ്ങൾ നമ്മൾ പഠിച്ചു, വില്ലുവണ്ടി സമരം അല്ലെ, അങ്ങനെ ഓരോ സമരങ്ങളും പഠിച്ചു. അതിന്റെ ഒരു എന്താണ് ലക്ഷ്യം എന്തായിരുന്നു എന്ന് കൂടി ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ നമുക്ക് ഉണ്ടാകണം. വില്ലുവണ്ടി സമരം നടന്ന വർഷം നമ്മൾ എന്താണ് പഠിച്ചത്? 1893. അതെന്താണെന്ന് വെച്ചാൽ, എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അവർണ സമുദായക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ പണ്ട് കാലത്ത് അവർണർക്ക് മറ്റ് സവർണർ പോകുന്ന ആ പാതയിലൂടെ ഒന്നും പോകാനായിട്ടുള്ള അവകാശം ഉണ്ടായിരുന്നില്ല, ആ പാതയൊന്നും ഉപയോഗിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. സോ അതിനു വേണ്ടിയിട്ട് നമ്മുടെ അയ്യങ്കാളി നടത്തിയ ഒരു ഒറ്റയാൾ പോരാട്ടമായി ഏത്? വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത്. വർഷം 1893. അദ്ദേഹം വില്ലുവണ്ടിയുമായിട്ട് വെങ്ങാനൂർ മുതൽ കവടിയാർ വരെ എന്ത് ചെയ്തു? ആ പാതയിലൂടെ പോയില്ലേ. അത് വലിയൊരു വിപ്ലവം തന്നെയായിരുന്നു. വെങ്ങാനൂർ മുതൽ കവടിയാർ വരെ അദ്ദേഹം എന്ത് ചെയ്തു? ആ ഒരു വില്ലുവണ്ടി ഓടിച്ചുകൊണ്ട് പോയി അല്ലേ. അപ്പൊ അതിനെതിരായിട്ട് നടന്ന വലിയൊരു പ്രതിഷേധമായിരുന്നു. അതിനെയാണ് വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത്. വർഷം 1893. ഇനി എന്താണ് 90-ാം ആണ്ട് ലഹള എന്ന് പറഞ്ഞാല്? 90-ാം ആണ്ട് ലഹള എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ദളിത് പെൺകുട്ടി, പഞ്ചമി എന്ന് പറയുന്ന ഒരു ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ, അതായത് പണ്ട് കാലത്ത് ഈ താഴ്ന്ന ജാതിക്കാർ, ദളിത് വിഭാഗത്തിലുള്ളവരൊന്നും സ്കൂളിൽ പൊക്കൂട എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ, ഉയർന്ന ജാതിക്കാർക്ക് മാത്രം വേണ്ടിയിട്ടുള്ള സ്കൂളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പഞ്ചമി എന്ന് പറയുന്ന പെൺകുട്ടിയെ എന്ത് ചെയ്യുകയാണ്? ഊരൂട്ടമ്പലം സ്കൂളിൽ അവിടെ ചേർക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിന്റെ ഒരു എഫക്റ്റ് ആയിട്ട് അവർ രാത്രി ആ സ്കൂൾ അങ്ങ് കത്തിച്ചു അല്ലെ. ഉയർന്ന ജാതിക്കാര്, സവർണർ എന്ത് ചെയ്യുകയാണ്? ആ ഒരു സ്കൂൾ അങ്ങ് കത്തിച്ചു കളഞ്ഞു. അപ്പൊ അതിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധം അല്ലെങ്കിൽ അതിന്റെ ഒരു എതിരായിട്ടുള്ള ഒരു ലഹളയായിരുന്നു 90-ാം ആണ്ട് ലഹള എന്ന് പറയുന്നത്. നടക്കുന്നത് 1915. അതാണ് തിരുവനന്തപുരം ഊരൂട്ടമ്പലം ഗ്രാമത്തിൽ ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ അയ്യങ്കാളി കൊണ്ടുവന്നപ്പോൾ സവർണർ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചതിനെ തുടർന്ന് ഉണ്ടായ ലഹളയാണ്. ഇനി എന്താണ് കല്ലുമാല സമരം? കല്ലുമാല സമരം നടക്കുന്നത് 1915. കൊല്ലം പെരിനാടാണ്, കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? പെരിനാട് ലഹള എന്ന് വിളിക്കുന്നത്. സോ എന്തായിരുന്നു സംഭവം എന്ന് ചോദിച്ചാൽ, താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് അല്ലെങ്കിൽ നിയന്ത്രണത്തിനെതിരായിട്ട് എന്താണ് നടത്തിയ ഒരു പ്രതിഷേധമായിരുന്നു ഏത്? പെരിനാട് ലഹള അഥവാ നമ്മുടെ കല്ലുമാല സമരം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ എന്ത് ധരിക്കാൻ പാടില്ലായിരുന്നു? വസ്ത്രങ്ങളും അതുപോലെ തന്നെ മാലകൾ, ആഭരണങ്ങളൊന്നും ധരിക്കാൻ പാടില്ലായിരുന്നു. സോ അതിനെതിരായിട്ട് നടത്തിയ ഒരു പ്രതിഷേധമായിരുന്നു, സമരമായിരുന്നു ഏത്? കല്ലുമാല സമരം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഇനി അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെങ്ങാനൂർ ചിത്രകൂടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രതിമ തിരുവനന്തപുരം വെള്ളയമ്പലത്തിൽ അനാച്ഛാദനം ചെയ്തത്. ഓക്കെ, സ്മാരകം ചിത്രകൂടത്തിലാണ്. അതുപോലെ പ്രതിമ എവിടെയാണ്? നമ്മുടെ വെള്ളയമ്പലത്താണ്. വെള്ളയമ്പലത്ത് ഉദ്ഘാടനം ചെയ്തത്, അനാച്ഛാദനം ചെയ്തത് ആരായിരുന്നു? 1980 ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതിന്റെ ശില്പി എന്ന് പറയുന്നത് ഇസ്ര ഡേവിഡ് ആയിരുന്നു. ആരായിരുന്നു? ഇസ്ര ഡേവിഡ് ആയിരുന്നു. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത് 2002
ഓഗസ്റ്റ് മാസം 12-ാം തീയതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളി എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? EK നായനാരാണ്. EK നായനാർ എന്ത് പറയുകയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചു. ആര്? EK നായനാര്. അതുപോലെ അയ്യങ്കാളി ചെയർ ആരംഭിച്ച സർവകലാശാല ഏതാണ്? കേന്ദ്ര സർവകലാശാല. കാസർകോട്ടെ കേന്ദ്ര സർവകലാശാലയാണ് എന്താരംഭിച്ചത്? അയ്യങ്കാളി ചെയർ ആരംഭിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വെച്ചേക്കണേ. അതുപോലെ അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് രചിച്ചത് ആരാണ്? M നിസാറും മീന കന്ദസ്വാമിയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു കൃതി രചിക്കുന്നത്. അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ്. അതുപോലെ കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം അറിയപ്പെടുന്ന പേര് അയ്യങ്കാളി ഭവൻ എന്നാണ്. എന്താണ്? അയ്യങ്കാളി ഭവൻ എന്നാണ് എന്തറിയപ്പെടുന്നത്? കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം അറിയപ്പെടുന്നത്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ചത് എന്നു ചോദിച്ചാൽ അത് 2010 അപ്പൊ അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സുകൾ എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് നല്ല വൃത്തിയായിട്ട് പഠിക്കുക, സമയം കണ്ടെത്തി പഠിക്കുക, കുറച്ച് വീതം ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് വീതം പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്ത് പോയാൽ പോരാ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാം. നിങ്ങളുടെ കമന്റ്സുകളെല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴാണ് വീണ്ടും അടുത്തടുത്ത ക്യാപ്സ്യൂളുകളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഉന്മേഷം നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റെസ്പോൺസ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ക്യാപ്സ്യൂൾ സെഷൻ എന്ത് ചെയ്യും? പകുതിക്ക് വെച്ച് തീർച്ചയായിട്ടും നിർത്തും. ഓക്കെ, അതിലൊരു സംശയമില്ല. അപ്പോൾ നിങ്ങൾ ഓരോ ക്യാപ്സ്യൂൾ വരുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക അതിന് ആ ഒരു ആവശ്യകത അവിടെ അറിയുന്നത് കൊണ്ടാണ് ഓരോരോ ക്യാപ്സ്യൂൾ സെഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒപ്പം അവസാനം വരെ ആ ഒരു എക്സാം വരെ ഞങ്ങൾ ഉണ്ടാകും. എൻട്രി ടീം മൊത്തത്തിൽ ഉണ്ടാകും. സോ നല്ലതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക, റാങ്ക് ലിസ്റ്റിൽ വരിക, ജോലി നേടുക, പോവുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്